ക്ലെൻലിനെസ് സ്ട്രീക്ക് ഈ വർഷം സ്വന്തം ഇരട്ടപ്പേര് നിലനിർത്തി. ഉമ്മ. ഈ വർഷം എന്തായാലും നമ്മുടെ മാരേജ് ഉണ്ടാവും മുത്തേ. സത്യം, ടോണിച്ചന്റെ പുന്നാര മോളാണ് സത്യം. നമ്മളെന്താ സാറിനും മാറ്റമൊന്നുമില്ല. ഞാൻ ഏതാണാവോ ആ മോള്? ആർക്കറിയാം. അപ്പൊ നീ ജിമ്മിൽ പോക്ക് നിർത്തിയല്ലേ? ആരോട് ചോദിച്ചിട്ട്? എന്നോട് സംസാരിക്കണ്ട. ആഹാ, ഇൻസ്ട്രക്ടർക്കും നിലപാടിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇങ്ങനെയുണ്ടോ വാക്കിന് വ്യവസ്ഥയില്ലാത്ത പിള്ളേര്? എന്നാ പറ്റി റോയ്ഷ? കൊറേ നേരമായല്ലോ എല്ലാരും നടന്ന് സ്കാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അല്ല, ഇന്നലെ പറഞ്ഞതൊക്കെ നിങ്ങക്ക് വല്ല ഓർമ്മയുണ്ടോന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇങ്ങോട്ടൊക്കെ ഇന്നലെ എന്ത് പറഞ്ഞു? റോയ്ഷൻ ഇതൊരു ബോധക്കേടുന്ന് റീകവർ ആയില്ലേ ടോണി? അതാണ് പറഞ്ഞത്. നിങ്ങൾ മറന്നു കാണും, പക്ഷെ ഞാൻ മറക്കൂല. ഓർമ്മയുണ്ടോ ന്യൂ ഇയർ റെസൊല്യൂഷൻ? ആരും ചമ്മണ്ട, ഞാൻ ഈ സീൻ ഇന്നലെ പ്രതീക്ഷിച്ചതാ. ആകെ തെറ്റിക്കാതെ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ വർഷം ഒരു പ്രതീക്ഷയ്ക്ക്. ആര്? സിനിമ കാണാനാ? കർത്താവേ, എവിടെ നോക്കട്ടെ. ഒരു ഫ്രണ്ടിനെ പറ്റി ഇത്രയധികം സംസാരിക്കാമെന്ന് എനിക്കറിയില്ല. എന്നാലും ചിലത് പറയണം തോന്നി. ആഹാ, അപ്പൊ നീരജനും റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയാം അല്ലേ? തമാശ അല്ലാനു ഇത്. സോറി, പറ. ടോണി എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവന് പണി കിട്ടുന്ന ഏതൊരവസരത്തിലും അവനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മുന്നിലുണ്ടാവുന്ന അനുവിനറിയാലോ. അറിയാം നീരജ്, നീ കാര്യം പറ. ചിഞ്ചു ആണ് എന്റെ പ്രശ്നം. അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ എല്ലാരും വട്ടായിട്ടാ കാണുന്നത്. ഇന്നലെ വരെ ഞാനും. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇപ്പൊ എന്താ പറ്റിയേ? എല്ലാരും വട്ടാണെന്ന് കരുതിയ ചിഞ്ചുവിന്റെ മറ്റൊരു മോൻ ഞാൻ കണ്ടു. അതിലൊരു പെണ്ണിന്റെ മനസ്സും അവളുടെ മാത്രം ദുഃഖവും ഉണ്ട്. കുട്ടിക്കാതൽ മുതൽ തന്നെ ടോണിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പാവ അത്. അവര് തമ്മിൽ ചേരട്ടെ. അതുകൊണ്ട് ദേവി ഇത് അനുദിന്ന് പിന്മാറണം. എന്താ ചിരിച്ചത്? നീരജ് എന്താ വിചാരിച്ചേ? ഞാനും ടോണി തമ്മിൽ ലവിലാണെന്നോ? അല്ലേ, അതല്ല, വിശ്വാസം വരുന്നില്ല അല്ലേ? ഓക്കെ, ഐ എം ഗോയിങ് ടു ബാംഗ്ലൂർ ടുനൈറ്റ്. ഇന്ന് രാത്രി ഞാൻ പോവാണ്. ഇനി അടുത്ത കാലത്തൊന്നും ഞാൻ തിരിച്ചു വരുന്നില്ല. പിന്നെ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാ. പറ, ഇപ്പൊ വിശ്വാസം വരുന്നില്ലേ? അല്ല, എന്താ പെട്ടെന്ന്? പെട്ടെന്നല്ലോ, വൈകുന്നേരം 8 മണിക്കല്ലേ. ഈ അനുവിന്റെ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു. നീരജ്, എനിക്കും ടോണിക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ടോണി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അല്ലേലും ഇക്കാലത്ത് മോഡേൺ പിള്ളേര് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, ടോണി ചിഞ്ചുവിന്റെ അല്ലേ? ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ല? ഞാൻ വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് കാണിച്ചു. വേണ്ട, എനിക്ക് അനുവിന് വിശ്വാസാ. ഈ ഇരിക്കുന്ന നല്ല മനസ്സിന് എപ്പോഴും എന്റെ പ്രേയേഴ്സ് ഉണ്ടാവും. പ്രേയേഴ്സ് മാത്രം പോരാ, ഇതിന്റെ ബില്ലും കൂടി ഒന്ന് പേ ഓ, ചെയ്തു. ചായ കുടിച്ചിട്ട് കൊടുത്താ പോരല്ലോ അല്ലേ? ബൈ ബൈ. ഹലോ ടോണി, നീ എവിടെയാ? ഓക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നമുക്കത് കാണണം. ഓക്കെ, ബൈ. സുനിലില്ലാത്ത അറിയുന്നുണ്ട്. അവൻ എന്നാ വരാ? വരുമ്പോ വന്നെന്ന് പറയാം. സാറാ, ഈ ആനന്ദ് അവിടെ എന്തെടുക്കുക? ഓർഡർ എടുക്കാൻ പോയതല്ലേ? അതെനിക്കറിയാം. ഇതിന് മാത്രം എന്ത് വലിയ ഓർഡറാണ് കസ്റ്റമർ പറയുന്നത്? കണ്ടിട്ട് അവൻ കോഫി ഷോപ്പിന് വില പറയാണെന്ന് തോന്നുന്നു. മറികെ നോക്കട്ടെ. What do you order that I don't understand it? That is what I tried to say, man. Excuse me, any problem? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. ഇംഗ്ലീഷ് അറിയാത്തമാരി ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതെ ചാവുമല്ലോ. No. We the executive waiters of the shop will speak only English. ആനന്ദേ, അവന്റെ പൊട്ട ഇംഗ്ലീഷ് പോടോ. Okay, sir, you give the order to Zara. അവന്റെ ഒരു ഇംഗ്ലീഷ്. Thank you, sir. സോറി സാർ, എന്താണ് സാർ വേണ്ടത്? എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് വേണം. അല്ലല്ല, എനിക്കൊരു കാപ്പി, പിന്നെ കടി എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അതും. ഓക്കെ സാർ. പിന്നെ കുറച്ച് വെള്ളം.
വെറുതെ അറിയാൻ മേലാത്ത ഭാഷ പറഞ്ഞ നാക്കിലെ വെള്ളം പറ്റി. ഏതവനാണോ മനോലാതി മനുഷ്യനെ മെനക്കെടുത്തത്. അതെ അതെ താനതെ എന്ത് പണിയാണ് കാണിച്ചേ? വാട്ട് ഡിഡ് ഐ ഡു സാറ? അയാൾ എന്താ പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? കസ്റ്റമറോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരാ പറഞ്ഞേ? കസ്റ്റമേഴ്സിനോട് ഇംഗ്ലീഷ് സംസാരിച്ച എന്താ എത്ര വലിയ കുറ്റം സാറാ? അവന് പൊട്ട ഇംഗ്ലീഷ് നിനക്കറിയാലോ. ശരിയാ, True, that's പൊട്ട ഇംഗ്ലീഷാ. എനിക്ക് നിങ്ങളുടെ അത്ര ഇംഗ്ലീഷ് ഒന്നും അറിയൂല. എന്നിട്ടും തോറ്റു കൊടുക്കാതെ ഞാൻ അവിടെ പിടിച്ചു നിന്നില്ലേ? എന്ത് പിടിച്ചു നിന്നുന്നാ? എടാ പൊട്ട, നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയോണ്ടാണ് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ അയാൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ. അയ്യ, അയാൾക്ക് ഇംഗ്ലീഷ് അറിയൂല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് കളിക്കായിരുന്നു എത്ര നേരം? അയ്യേ അയ്യേ കഷ്ടം.